അപ്പോൾ പുതിയൊരു കഥയുമായി ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. മര്യാദക്ക് നീ എതിർ സ്ഥാനത്ത് നിന്ന് മാറിയേക്കണം, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം നീ അറിയും. ആൽബിയുടെ മുഖം ദേഷ്യം കൊണ്ട് മുറുകി. അതെന്താ കളത്തിങ്കല ആൽബിക്ക് ഈ സാധാരണ പെണ്ണിനോട് മുട്ടാൻ പേടിയാണോ? എതിരെ നിൽക്കുന്ന എൽസ പതിയെ ചോദിച്ചു. ആ ചിരിയാണ് ആൽബിയെ പ്രകോപിപ്പിക്കുന്നത്. ദേഷ്യം വരും അവളുടെ നോട്ടവും ഭാവവും കാണുമ്പോൾ. മുഖം നോക്കി രണ്ടെണ്ണം കൊടുക്കാനും തോന്നും. പക്ഷെ പറ്റണ്ടേ, പെൺകൊച്ചായി പോയില്ലേ. അവസാന വർഷമാണ് എൽസയും ആൽബിയും പഠിക്കുന്നത്. ഇപ്പോൾ ചെയർമാൻ സ്ഥാനത്തേക്ക് രണ്ടും കൂടിയാണ് മത്സരിക്കുന്നത്. ആൽബിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആ കോളേജിൽ കാലുകുത്തി അന്നു മുതൽ സ്വപ്നം കാണുന്നതാണ് ആ ചെയർമാൻ സ്ഥാനം. പക്ഷേ എൽസക്ക് ഇതിലൊന്നും ഒരു താല്പര്യം ഉണ്ടായിട്ടല്ല. ഇതിപ്പോൾ ടീച്ചേഴ്സൊക്കെ നിർബന്ധിച്ചിട്ടാണ് അവൾ ഇലക്ഷന് പേര് കൊടുത്തത് പോലും. ടീച്ചേഴ്സിനൊക്കെ നന്നായിട്ട് അറിയാം, ചെയർമാൻ സ്ഥാനം എങ്ങാനും ആൽബിക്ക് കിട്ടിയാൽ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ കണക്കെ ആവുമെന്ന്. അതുകൊണ്ടാണ് എല്ലാവരും എൽസയെ നിർബന്ധിക്കുന്നത്. സകലരുടെയും കണ്ണിലുണ്ണിയായ എൽസ ചെയർമാൻ സ്ഥലത്തേക്ക് മത്സരിച്ചാൽ തനിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന് ആൽബിക്ക് നന്നായിട്ട് അറിയാം. എൽസ ഒഴികെ ബാക്കി എല്ലാവരെയും ആൽബി വിരട്ടി അതിൽ നിന്നും പിന്മാറ്റി. പക്ഷേ എൽസ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. ദേ, ഒരു പെണ്ണായതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇങ്ങനെ നിന്ന് കെഞ്ചുന്നത്. ഒരു ആണൊരുത്തനായിരുന്നെങ്കിൽ ഇപ്പോൾ ചുമരിൽ നിന്ന് വടിച്ചെടുത്തേനെ. ആൽബിക്ക് ദേഷ്യം വന്നു പോയി. പക്ഷേ എൽസക്ക് ആ ദേഷ്യമൊന്നും വലിയ വില ഒന്നുമില്ല കേട്ടോ. ആ കൂസലില്ലാത്ത നിൽപ്പാണ് അവനെ ചൊടിപ്പിക്കുന്നതും. ആൽബി മതയിടകി അങ്ങ് പോകുന്നത് കണ്ടതും എൽസ ചിരിച്ചുകൊണ്ട് അങ്ങനെ തന്നെ നിന്നു ഏറെ നേരം. കളത്തിങ്കലെ ആ ഒറ്റക്കൊമ്പനെ എൽസയ്ക്ക് ഇഷ്ടമാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കുഞ്ഞുനാൾ മുതൽ ഇഷ്ടമാണ്. ആ ഇഷ്ടത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ വലിയൊരു കാരണം എൽസയുടെ അമ്മച്ചി മേരി ആ കളത്തിങ്കലെ വീട്ടുജോലിക്കാരിയാണ്. ഏറെക്കുറെ അവരുടെ ദയയിൽ തന്നെയാണ് എൽസ ഇവിടെ പഠിക്കുന്നതും. കോളേജിൽ കാലുകുത്തി അന്നു മുതൽ ആൽബിക്കെതിരെ നിൽക്കാനേ എൽസ ശ്രമിച്ചിട്ടുള്ളൂ. വെറുതെ ഇതുപോലെ ചീത്ത പറയാനെങ്കിലും ആൽബി അടുത്തു വന്നാലോ എന്ന് കരുതിയിട്ടാണ് അത്. ഇന്നേ വരെ ഈ കോളേജിലുള്ള ഒരു മനുഷ്യനോട് പോലും ആൽബി പറഞ്ഞിട്ടില്ല എൽസ തൻ്റെ വീട്ടിൽ ജോലിക്ക് വരാറുണ്ട് എന്ന്. എന്തൊക്കെ ശത്രുത ഉണ്ടെന്ന് പറഞ്ഞാലും അവരുടെയും ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്താൻ ആൽബിക്ക് ഇഷ്ടമല്ല. ഇതൊക്കെ തന്നെയാണ് എൽസയെ ആൽബിയിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളും. എന്നാലും ആൽബി, അവൾ മത്സരത്തിന് പങ്കെടുത്താൽ ഒന്ന് നീ ഉറപ്പിച്ചോ, നീ തോറ്റു തൊപ്പിയിടും. ജെറി അവൻ്റെ അരികിലിരുന്നു കൊണ്ട് പറഞ്ഞു. ഓ, അതെനിക്കും അറിയാം. ആ കുരുപ്പിനോടൊന്ന് ഒഴിഞ്ഞു തരാൻ പറഞ്ഞിട്ട് അത് തരണ്ടേ? ആൽബി മുഖം കയറ്റി പിടിച്ചുകൊണ്ട് ചോദിച്ചു. അതെന്നാടാ നിനക്ക് അവളോടൊരു പതപ്പ്? വേറെ വല്ലവരും ആയിരുന്നുവെങ്കിൽ നീ അടിച്ചൊതുക്കുമായിരുന്നല്ലോ. ജെറി അവനെ ചുഴിഞ്ഞൊന്ന് നോക്കി. ദേ, ആകെ മൊത്തം ചൊറിഞ്ഞിരിക്കുക, അതിൻ്റെ ഇടയിൽ നീ ഉണ്ടാക്കാൻ വരല്ലേ? ആൽബി ദേഷ്യത്തോടെ പറഞ്ഞു. ആൽബിയുടെ ദേഷ്യം കണ്ടപ്പോൾ പിന്നെ ജെറി ഒന്നും മിണ്ടാൻ പോയില്ല. ആൽബിക്ക് എൽസയോട് ചെറിയൊരു ആട്ടമുണ്ടോ എന്ന് അവന് ചെറിയ സംശയം ഉണ്ടായിരുന്നു. തോന്നിയതായിരിക്കും, ജെറി ഓർത്തു. എന്നാൽ ആ തോന്നൽ ശരിയായിരുന്നു. കളത്തിങ്കലെ ആൽബിക്ക് നല്ല ആട്ടമുണ്ട് നമ്മളുടെ എൽസമ്മയോടെ. പിന്നെ അവൻ തന്നെ തൻ്റെ മനസ്സിനെ ശാസിച്ച് നിർത്തിയേക്കുകയാണ്. ജെറി, നീ ഒന്ന് വായടക്കുന്നുണ്ടോ? എനിക്കിപ്പോൾ തന്നെ തല പുകഞ്ഞിരിക്കുക. ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് തൻ്റെ ബുള്ളറ്റിൻ്റെ കീ വിരലിലിട്ട് കറക്കിക്കൊണ്ട് ആൽബി പറഞ്ഞു. ഞാൻ ഒന്നും പറഞ്ഞില്ല അലിയ. ജെറി കൈമലർത്തി കാണിച്ചു. അവൾ എന്നെ തോൽപ്പിക്കുമല്ലേ, നോക്കിക്കോടാ. ഈ ഇലക്ഷനിൽ കളത്തിങ്കൽ ആൽബി തന്നെ ജയിക്കും. ആൽബി ബുള്ളറ്റിന് മേലേക്ക് കയറി. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആൽബിക്കറിയാമായിരുന്നു ജെറി പറഞ്ഞത് സത്യമാണ്. കോളേജിലെ പിള്ളേർക്ക് മാത്രമല്ല സാറുമാർക്ക് വരെ എൽസയെ വലിയ കാര്യമാണ്. പഠിത്തത്തിലും കലാപരിപാടികളിലും ഒരേപോലെ മുന്നിൽ നിൽക്കുന്ന, എല്ലാവരോടും ചിരിച്ച് സംസാരിക്കുന്ന ഒരു പാവം പെൺകുട്ടി. എന്നാൽ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് അവൾക്ക് നല്ല ചുളയാണ് താനും. അവൾക്കെതിരെ ജയിക്കുക എന്നത് അത്ര എളുപ്പമൊന്നുമല്ല. കോളേജ് ഗേറ്റ് കടന്ന് മെയിൻ റോഡിലേക്ക് ബുള്ളറ്റ് തിരിക്കുമ്പോഴും ആൽബിയുടെ മനസ്സിൽ അവളുടെ ആ കൂസലില്ലാത്ത ചിരി മാത്രമായിരുന്നു. താൻ അത്രയും ഭീഷണിപ്പെടുത്തിയിട്ടും ഒരിറ്റു ഭയമില്ലാതെ തൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്ന എൽസമ്മ. അവൾക്കെന്നെ പേടിയില്ലല്ലോ കർത്താവേ. ആൽബി സ്വയം പിറുപിറുത്തു. ആലോചിച്ചു വന്നപ്പോൾ അവന് ദേഷ്യത്തിന് പകരം മുഖത്തൊരു ചെറിയ ചിരിയാണ് വന്നത്. പെട്ടെന്ന് തന്നെ അവൻ മുഖം ഗൗരവത്തിലാക്കി ബുള്ളറ്റിൻ്റെ വേഗത കൂട്ടി. കളത്തിങ്കൽ തറവാടിൻ്റെ വലിയ പടിക്കൽ ബുള്ളറ്റ് വന്ന് നിന്നപ്പോൾ തന്നെ ഉമ്മറത്ത് നിന്ന് ചിരിയും ബഹളവും കേൾക്കാമായിരുന്നു. ആൽബി ബുള്ളറ്റ് സ്റ്റാൻഡിലിട്ട് ഹെൽമറ്റ് മാറ്റിയപ്പോഴാണ് ആ ശബ്ദങ്ങൾ ആരുടേതാണെന്ന് വ്യക്തമായത്.
തൻ്റെ അനിയത്തി ലില്ലിക്കുട്ടിയും പിന്നെ അലവലാതി എൽസയുമാണ്. അവൾ കോളേജ് വിട്ട് നേരെ ഇങ്ങോട്ട് പോന്നു എന്ന് തോന്നുന്നു. മേരി അടുക്കളയിൽ എന്തോ ജോലിയിലാണ്. കൂട്ടിന് ആൽബിയുടെ അമ്മ ത്രേസിയും ഉണ്ട്. ലില്ലിയും എൽസയും കൂടി ഉമ്മറത്തെ തിണ്ണയിലിരുന്ന് വർത്തമാനം പറയുകയാണ്. രണ്ടുപേരുടെയും കയ്യിൽ ഓരോ മാമ്പഴമുണ്ട്. ആൽബി വീടിനകത്തേക്ക് കയറാൻ വന്നതും എൽസ അവനെ ഒന്ന് നോക്കി. സാധാരണ ഒരു പാവാടയും ബ്ലൗസും ഇട്ട് മുടി ഒതുക്കി കെട്ടി നാടൻ പെണ്ണായി നിൽക്കുകയാണ്. ആൽബിയുടെ നെഞ്ചിരിപ്പൊന്ന് കൂടി. എങ്കിലും അവൻ അത് പുറത്ത് കാണിക്കാതെ മുഖം കറുപ്പിച്ചു. എന്താടി ലില്ലി, ഇവിടെ എന്തൊരു ബഹളമാ വെളിയിൽ കേൾക്കുന്നത്? ആൽബി ഉമ്മറത്തേക്ക് കയറി വന്ന് ശബ്ദമുയർത്തി. എൽസ അവനെ നോക്കി പതിയൊന്ന് ഇരുത്തി മൂളി. ലില്ലിക്കുട്ടിയാണെങ്കിൽ ഇച്ചായൻ്റെ വരവ് കണ്ടതോടെ മനസ്സിൽ അടുത്ത കുസൃതി പ്ലാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു. ആഹാ, ഇതാ വരുന്നു കളത്തിങ്കലെ സിംഹം. അല്ല, ഇപ്പം സിംഹാണോ അതോ പൂച്ചയാണോ എന്ന് അറിഞ്ഞുകൂടെ കേട്ടോ. ലില്ലി എൽസയെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് തമാശയായി പറഞ്ഞു. നീ എന്താടി പറഞ്ഞത്? ആൽബി കയ്യിലിരുന്ന ബുള്ളറ്റിൻ്റെ കീ മേശപ്പുറത്തേക്ക് ശബ്ദത്തോടെ വെച്ചു. ഏയ്, ഞാനൊന്നും പറഞ്ഞില്ല ആൽബിച്ച. ഞാൻ ഈ എൽസയോട് ചോദിക്കുകയായിരുന്നു, ഇത്തവണ കോളേജിലെ ചെയർമാൻ സ്ഥാനം ആർക്കായിരിക്കും എന്ന്. ഇവിടെ നാട്ടിലും കോളേജിലൊക്കെ ഒരു സംസാരം കേൾക്കുന്നുണ്ടല്ലോ. ലില്ലി കുത്തി കുത്തി ചോദിച്ചു. എന്ത് സംസാരം? ആൽബി എൽസയെ ഒന്ന് തുറിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. അതോ, കളത്തിങ്കലെ ആൽബി ഇത്തവണ തോറ്റു തൊപ്പിയിടുമെന്ന്. എൽസ ചേച്ചി റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും. സത്യമാണ് എൽസെ? ലില്ലി മനഃപൂർവ്വം ആൽബി കേൾക്കാൻ വേണ്ടി സൗണ്ട് കൂട്ടിക്കൊണ്ട് ചോദിച്ചു. എൽസ ചിരിയടക്കാൻ പാടുപെടുകയായിരുന്നു. അവൾ ആൽബിയുടെ മുഖത്തേക്ക് നോക്കി. ദേഷ്യം കൊണ്ട് അവൻ്റെ മുഖം ചുവന്നു തൊടുത്തിട്ടുണ്ട്. പിന്നെ അവൾ എന്നെ കുറേ തോൽപ്പിക്കും. ഞാൻ തോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ചാവണടി. ആൽബി ദേഷ്യത്തോടെ എൽസയുടെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞുകൊണ്ട് ലില്ലിയുടെ തലക്ക് നോക്കി ഒരു ഒട്ടും അങ്ങ് കൊടുത്തു. ആ അമ്മച്ചി, ഇതേ ആൽബിച്ച എന്നെ തല്ലുന്നേ. ലില്ലി തലയിൽ കൈവച്ച് നിലവിളിച്ചു. തല്ലുണ്ടി, നീ എൻ്റെ അനിയത്തിയല്ലേ. എൻ്റെ കൂടെ നിൽക്കേണ്ടതിന് പകരം അവൾക്ക് കൂട്ടുപിടിച്ച് എന്നെ കളിയാക്കുന്നു. ആൽബിക്ക് ദേഷ്യപ്പെട്ടു പിന്നെയും. അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എൽസ ചേച്ചി ജയിക്കുമെന്ന് എല്ലാവരും പറയുന്നത് കൊണ്ടല്ലേ ഞാൻ ചോദിച്ചത്. ലില്ലി കരച്ചിൽ ഭാവത്തിൽ പറഞ്ഞു. ഇതെല്ലാം കേട്ടുകൊണ്ട് അടുക്കളയിൽ നിന്ന് ത്രേസി അങ്ങോട്ട് വന്നു. കയ്യിൽ പാത്രം തുടക്കുന്ന തുണിയുമുണ്ട്. എന്താടാ ആൽബി, നീ എന്തിനാ എപ്പോഴും ആ കൊച്ചിനെ തല്ലുന്നത്? അവൾ ചുമ്മാ ഓരോന്ന് പറഞ്ഞതല്ലേ. ത്രേസി അമ്മച്ചി ആൽബിയെ സ്നേഹത്തോടെ ശാസിച്ചു. ലില്ലിക്കിപ്പോൾ നാവിത്തിരി കൂടുതലാ അമ്മച്ചി. അതിന് കൂട്ടായിട്ട് ഇവളും ഉണ്ട്. കോളേജിൽ വെച്ചു ഇവൾക്ക് ഒടുക്കത്തെ അഹങ്കാരം. ആൽബി എൽസയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്കെന്ത് അഹങ്കാരം ആൽബിച്ച? ഞാൻ ഇലക്ഷന് നിൽക്കുന്നത് ടീച്ചേഴ്സ് പറഞ്ഞിട്ടല്ലേ. അതിന് എന്നോട് ചൂടായിട്ട് എന്താ കാര്യം? എൽസ വളരെ പാവത്താനായി അഭിനയിച്ചുകൊണ്ട് ചോദിച്ചു. നീ വലിയ നന്മമരം കളിക്കല്ലേടി. എൻ്റെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയില്ലേ. ആൽബി വീണ്ടും ചൂടായി. ആൽബി, നീ എൻ്റെ കൊച്ചിനെ ഭീഷണിപ്പെടുത്തല്ല കേട്ടോ. അവൾ ഇലക്ഷന് നിൽക്കുന്നത് അവളുടെ മിടുക്കൊണ്ടാണ്. നീ ജയിക്കുമെങ്കിൽ ജയിക്ക്. അതിന് എൽസയോട് തല്ലുകൂടാൻ വരരുത്. ത്രേസ്യ എൽസയുടെ പക്ഷം പിടിച്ച് സംസാരിച്ചു. ആഹാ, ഇപ്പം എല്ലാവരും അവളുടെ കൂടെയാണോ? ഈ വീട്ടിൽ എനിക്കൊരു വിലയും ഇല്ലേ? ആൽബി ദേഷ്യം അഭിനയിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. അവൻ അകത്തേക്ക് പോയതും ലില്ലിയും എൽസയും പരസ്പരം നോക്കി ചിരിച്ചു. അകത്തെ മുറിയിലെത്തിയ ആൽബി കട്ടിലിലേക്ക് മലർന്നു കിടന്നു. അവൻ്റെ നെഞ്ചിടിപ്പ് ഇപ്പോഴും സാധാരണ നിലയിലായിട്ടില്ല. ദേഷ്യമാണോ അത് അവളോടുള്ള ആ ഇഷ്ടമാണോ തന്നെ ഇങ്ങനെ അസ്വസ്ഥനാക്കുന്നതെന്ന് അവന് മനസ്സിലാവുന്നില്ല. കുട്ടിക്കാലം മുതലേ മേരിയമ്മച്ചിയുടെ കൂടെ ഈ വീട്ടിൽ വരുന്നതാണ് എൽസ. അന്ന് മുതലേ അവളോടൊരു പ്രത്യേക താല്പര്യമുണ്ട്. അന്നത് പ്രേമൊന്നും അല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് പ്രേമമാണോ എന്ന് ആൽബിക്കൊരു സംശയം. അവൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആരും അറിയാതെ സഹായിക്കുന്നത് ആൽബിയാണ്. കോളേജിൽ അവൾക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി കോളേജിൽ തൻ്റെ അപ്പച്ചനെ കൊണ്ട് ശുപാർശ ചെയ്യിപ്പിച്ചതും ആൽബിയായിരുന്നു. പക്ഷെ ഇതൊന്നും എൽസക്ക് അറിയില്ല എന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ എൽസക്ക് എല്ലാം അറിയാമായിരുന്നു. കളത്തിങ്കലെ ആ ഒരൊറ്റക്കൊമ്പൻ്റെ ഉള്ളിലെ സ്നേഹം അവൾ പണ്ടേ തിരിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെയാണ് അവൾ അവനെ കൂടുതൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നതും. അവളോട് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. പക്ഷേ ഈ എലക്ഷൻ, ആൽബി ആലോചിച്ചു. ചെയർമാൻ സ്ഥാനം അവൻ്റെ വലിയൊരു സ്വപ്നമാണ്. അതിലേക്ക് എൽസ കടന്നു വന്നപ്പോൾ അവന് തോൽവി എന്ന ഭയത്തേക്കാൾ കൂടുതൽ അവളോട് മത്സരിക്കേണ്ടി വരുന്നതിലുള്ള വിഷമമായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് ആൽബി ഉമ്മറത്തേക്ക് വന്നപ്പോൾ എൽസ അവിടെ തനിയിരിക്കുന്നത് കണ്ടു. ലില്ലിക്കുട്ടിയും മേരിയമ്മച്ചിയും ത്രേസ്യമ്മച്ചിയും ഒക്കെ അടുക്കളയിലാണ്. ആൽബി പതിയെ അവളുടെ അരികിലേക്ക് നടന്നു ചെന്നു. എന്താടി വലിയ കാര്യമായിട്ട് എഴുതുന്നത്? ഇലക്ഷൻ പ്രകടന പത്രിക വല്ലതുമാണോ? ആൽബി പരിഹാസത്തോടെ ചോദിച്ചു. ഇടയ്ക്ക് ഇതേപോലെ മേരിയമ്മച്ചിയുടെ പണി കഴിഞ്ഞാൽ താമസിച്ചാൽ എൽസ ഇവിടെ ഇരുന്ന് പഠിക്കും. പിന്നെ ജോലിയെല്ലാം കഴിഞ്ഞ് അവൾ അമ്മച്ചിയോടൊപ്പം തിരികെ പോവും.
എൽസ പുസ്തകം അടച്ചു വെച്ച് അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അല്ല ആൽബിച്ച, ഇത് കോളേജിലൊരു അസൈൻമെൻ്റാണ്. ആൽബിച്ചന് ഈ ഇലക്ഷൻ എന്നല്ലാതെ വേറൊന്നും ചിന്തിക്കാനില്ലേ? എൽസ ചിരിയോടെ ചോദിച്ചു. ചിന്തിക്കാതെ പറ്റില്ലല്ലോ, കാരണം ഞാൻ ആ കോളേജിൽ അടുത്ത ചെയർമാനല്ലേ? ആൽബി തിരികെ ചോദിച്ചു. ആ നോക്കാം, ആർക്കാണ് പിള്ളേരുടെ സപ്പോർട്ട് എന്ന് ഇലക്ഷൻ കഴിയുമ്പോൾ അറിയാമല്ലോ, എൽസ വെല്ലുവിളിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. നീ എന്താടി വിചാരിച്ചേ? നിന്നെ കണ്ട് ഞാൻ പേടിച്ച് മാറിത്തരുമെന്നോ? കാലത്തിങ്കൽ ആൽബി അങ്ങനെ ആരുടെയും മുന്നിൽ തോറ്റു കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു മാറിത്തരാൻ. ആൽബിച്ച നന്നായിട്ട് മത്സരിക്ക്, ഞാനും മത്സരിക്കാന്നേ. എൽസിയുടെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായിരുന്നു. നീ തോറ്റു തൊപ്പിയിടുപടി കുരുപ്പേ, ആൽബി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു. എൽസ ആ പോക്ക് കാണെ പതിയെ ചിരിച്ചു. ഇലക്ഷൻ അടുത്ത് വരുന്തോറും ആൽബിക്ക് ടെൻഷൻ കൂടി വന്നു. അത് ജെറിയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നീ വിഷമിക്കാതെടാ ആൽബി, അവൾ ജയിക്കത്തില്ല. അവളെ ജയിപ്പിക്കാതിരിക്കാനുള്ള വഴിയൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ജെറി ആൽബിക്ക് വാക്കു കൊടുത്തു. പക്ഷെ ആൽബി അന്നേരം എന്തോ ജെറി പറഞ്ഞത് വലിയ മുഖവുരക്ക് എടുത്തില്ല. പിറ്റേന്ന് ആൽബി ഉച്ച കഴിഞ്ഞാണ് കോളേജിലേക്ക് വന്നത്. പക്ഷെ അന്ന് കോളേജിൽ വലിയ തിരക്കും ബഹളവും ഒക്കെ. കോളേജ് വരാന്തയിലൂടെ ഓടിയ ഒരു പയ്യൻ്റെ തോളിൽ ആൽബി അമർത്തി പിടിച്ചു. എന്നതാടാ, എന്താ കാര്യം? ആൽബിയുടെ ശബ്ദത്തിൽ വല്ലാത്തൊരു പരിഭ്രമം കലർന്നിരുന്നു. അത് ചായ, കെമിസ്ട്രി ലാബിൽ എൽസ ചേച്ചിയും വേറെ ക്ലാസ്സിലൊരുത്തനും കൂടി. ആ പയ്യൻ ശ്വാസം വിടാൻ പാടുപെട്ടുകൊണ്ട് പറഞ്ഞു തീർത്തതും ആൽബിയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി. ജെറിയുടെ വാക്കുകൾ പെട്ടെന്നാണ് അവൻ്റെ മനസ്സിലേക്ക് ഇരച്ചു കയറിയത്. അവളെ തോൽപ്പിക്കാനുള്ള പണികളൊക്കെ എനിക്കറിയാം എന്ന് അവൻ പറഞ്ഞത് ആൽബിക്ക് ഓർമ്മ വന്നുപോയി. ഡാ പോരാട്ട ജെറി, നീ ഇത് എന്ത് പണിയാണ് കാണിച്ചു വെച്ചത്? ആൽബി പല്ലിറുമ്മിക്കൊണ്ട് കെമിസ്ട്രി ലാബിന് നേരെ പാഞ്ഞു. ശത്രുതയുണ്ടാകാം, ഇലക്ഷനിൽ തോൽക്കുമെന്ന ഭയം ഉണ്ടാവും. പക്ഷെ ജയിക്കുന്നത് അതൊരിക്കലും എൽസയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാവരുതെന്ന് ആൽബിക്ക് നിർബന്ധമുണ്ടായിരുന്നു. കാരണം ആ കോളേജിൽ എൽസയെ ആരും ഒരു മോശം കണ്ടുകൊണ്ട് പോലും നോക്കുന്നത് കളത്തിങ്കൽ ആൽബിക്ക് സഹിക്കില്ലായിരുന്നു. ലാബിൻ്റെ മുന്നിൽ വലിയ തിരക്കായിരുന്നു. കുട്ടികൾ കൂട്ടം കൂടി നിന്ന് പരസ്പരം മന്ത്രിക്കുന്നുണ്ട്. ചിലർ എൽസയെ നോക്കി പരിഹാസത്തോടെ ചിരിക്കുന്നു. ആൽബി ജനക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി അകത്തേക്ക് കയറി. അവിടെ ലാബിൻ്റെ ഒരു കോണിൽ എൽസ കടിച്ചിലടക്കാൻ പാടുപെട്ട് ചുണ്ടുകൾ കടിച്ചമർത്തി നിൽപ്പുണ്ടായിരുന്നു. എതിരെ ക്ലാസ്സിൽ ഒരു തല്ലിപ്പൊടി ചെക്കൻ ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ അഴിഞ്ഞ മട്ടിൽ തലയും താഴ്ത്തി നിൽപ്പുണ്ട്. HOD പ്രൊഫസർ വിൽസൺ രണ്ടുപേരെയും മാറി മാറി നോക്കി ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. എന്താണോ ഇവിടെ നടക്കുന്നത്? ഒരു കോളേജ് ലാബിൽ വെച്ചാണോ നിങ്ങളുടെ തോന്നിവാസം? പ്രൊഫസറുടെ ശബ്ദം വല്ലാതെ ഉയർന്നു. അല്ല സർ, ഞാൻ... എൽസയുടെ ശബ്ദം വിറച്ചു. അവൾക്ക് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. ആരോ മനഃപൂർവ്വം തന്നെ കെണിയിൽപ്പെടുത്തിയതാണെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. സാർ, ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ആൽബിയുടെ ഗാംഭീര്യമുള്ള ശബ്ദം കേട്ടതും എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു. എൽസ കണ്ണുയർത്തി അവനെ നോക്കി. തനിക്കെതിരെ എപ്പോഴും നിൽക്കുന്ന, തന്നെ ഭീഷണിപ്പെടുത്തുന്ന ആൽബിയുടെ കണ്ണുകളിൽ ദേഷ്യത്തിന് പകരം വല്ലാത്തൊരു ആകുലത അവൾ അന്നേരം കണ്ടു. സാർ, എൽസയെ എനിക്ക് നന്നായിട്ടറിയാം. അവൾ അങ്ങനെ ഒരു കുട്ടിയല്ല. ആരോ അവളെ മനഃപൂർവ്വം ഇതിലേക്ക് വലിച്ചിഴച്ചതാണ്. ഇതിന് പിന്നിൽ ആരാണെന്ന് ഞാൻ തെളിയിക്കാം. ആൽബി ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ട് ആ ചെക്കൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചു. പറയടാ, ആര് പറഞ്ഞിട്ടാടാ നീ ഈ ലാബിൽ കയറി നാടകം കളിച്ചത്? സത്യം പറഞ്ഞില്ലെങ്കിൽ ഈ കളത്തിങ്കൽ ആൽബി ആരാണെന്ന് നീ അറിയും. അവന് ഭിത്തിയോട് ചേർത്ത് നിർത്തി ആൽബി അലറിയപ്പോൾ അവൻ പേടിച്ചുപോയി. അത് ഇച്ചായ, ഞാൻ ജെറി പറഞ്ഞിട്ടാ. എൽസയെ ഇലക്ഷനിൽ നിന്ന് മാറ്റാൻ വേണ്ടി എന്തെങ്കിലും ഒരു അപവാദം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ... അവൻ പേടിച്ചു വിറച്ച് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞതും ലാബിൽ ഒരു നിശബ്ദത പടർന്നു. എൽസയുടെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ ഒഴുകിയിറങ്ങി. അവൾ ആൽബിയെ നോക്കി. ആൽബിക്ക് തൻ്റെ കൂട്ടുകാരനായ ജെറിയോട് വല്ലാത്ത ദേഷ്യവും ഒപ്പം എൽസയോട് വലിയൊരു കുറ്റബോധവും തോന്നി. തൻ്റെ ഇലക്ഷൻ ഭ്രാന്ത് കാരണമാണ് അവൾക്ക് ഇങ്ങനൊരു അപമാനം ഉണ്ടായതെന്ന് അവൻ കരുതി. സാർ കണ്ടില്ലേ, ഇതൊരു ചീപ്പ് രാഷ്ട്രീയ കളി മാത്രമാണ്. ഇതിൽ എൽസക്ക് യാതൊരു പങ്കുമില്ല, ആൽബി പ്രൊഫസറോട് പറഞ്ഞു. പ്രൊഫസർ ആ പയ്യനെയും കുട്ടി പ്രിൻസിപ്പാളിൻ്റെ റൂമിലേക്ക് നടന്നു. കുട്ടികളെല്ലാം പതിയെ അവിടെ നിന്ന് പിരിഞ്ഞു പോയി. ലാബിൽ ഇപ്പോൾ ആൽബിയും എൽസയും മാത്രമായി. നിലത്തേക്ക് നോക്കി നിൽക്കുന്ന എൽസയുടെ അരികിലേക്ക് ആൽബി പതിയെ നടന്നു ചെന്നു. എപ്പോഴും തൻ്റെ മുഖത്ത് നോക്കി തൻ്റെ ഇടത്തോടെ ചിരിക്കുന്ന എൽസമ്മയുടെ ഈ അവസ്ഥ അവന് താങ്ങാൻ കഴിയുന്നതിലപ്പുറമായിരുന്നു. എൽസെ, ആൽബി വളരെ പതിയെ വിളിച്ചു. അവൾ മുഖമുയർത്തി അവനെന്ന് നോക്കി. ആ കണ്ണുകളിലെ തിളക്കം നഷ്ടപ്പെട്ടിരുന്നു. എനിക്കറിയില്ലായിരുന്നു ജെറി ഇങ്ങനൊരു പണി ഒപ്പിക്കുമെന്ന്. ഞാൻ ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടി അത്രയും തരം താഴില്ല എൽസെ. നീയുമായി മത്സരിച്ച് ജയിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അല്ലാതെ... ആൽബിയുടെ വാക്കുകൾ ഇടറി. കളത്തിങ്കലെ ആ ഒറ്റക്കൊമ്പൻ്റെ കണ്ണ് നിറയുന്നത് എൽസ ആദ്യമായി കാണുകയായിരുന്നു.
എൽസയുടെ ചുണ്ടിൽ ഒരു പരിഹാസച്ചിരി വിരിഞ്ഞു. ഒന്നും മിണ്ടാതെ അവൾ നിറകണ്ണുകളോടെ പുറത്തേക്ക് നടന്നു. ലാബിൽ നിന്ന് ഇറങ്ങിപ്പോയ എൽസയുടെ ഒന്നും മിണ്ടാതെയുള്ള ആ പോക്ക് ആൽബിയുടെ നെഞ്ചിൽ ഒരു വലിയ കനലായിട്ടാണ് വന്നു വീണത്. എപ്പോഴും തൻ്റെ നേരെ നോക്കി തൻ്റെ ഇടത്തോടെ നിന്ന് ചിരിച്ച പെണ്ണാണ് ഇന്ന് അവൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പോയിരിക്കുന്നത്. ആൽബിയുടെ കൈകൾ ദേഷ്യം കൊണ്ട് വിറച്ചു. അവൻ്റെ കണ്ണുകളിൽ ചോര പടർന്നു. പല്ലിറുമ്മിക്കൊണ്ട് അവൻ ലാബിന് വെളിയിലേക്ക് നടന്നു. ഇപ്പോൾ അവൻ്റെ മനസ്സിൽ ഒരേ ഒരു മുഖമേ ഉള്ളൂ, അത് ജെറിയുടേതാണ്. കോളേജ് ഗ്രൗണ്ടിലെ മൂലയിലുള്ള ആൽമരച്ചോട്ടിൽ തൻ്റെ കൂട്ടുകാരോടൊപ്പം പതിവ് പോലെ സിഗരറ്റും വലിച്ച് താൻ ചെയ്ത വലിയ കാര്യത്തെക്കുറിച്ച് അഹങ്കാരത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജെറി അന്നേരം. ഡാ ജെറി! പെട്ടെന്ന് ഇടിമുഴക്കം പോലെ ആൽബിയുടെ ശബ്ദം അവിടെ കേട്ടത്. ജെറി തിരിഞ്ഞു നോക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ആൽബിയുടെ ഇടി അവൻ്റെ കവിളിൽ പതിച്ചു കഴിഞ്ഞിരുന്നു. അപ്രതീക്ഷിതമായ അടിയിൽ ജെറി നിലത്തേക്ക് തെറിച്ചു വീണു. ചുണ്ടിൻ്റെ കോണിൽ നിന്നും ചോര പൊടിഞ്ഞു. ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാർ ആകെ പേടിച്ചുപോയി. ആരും ആൽബിയെ തടയാൻ നിന്നില്ല. ആൽബി, നീ എന്തായി കാണിക്കുന്നത്? ജെറി നിലത്തിരുന്ന് ചോര തുടച്ചുകൊണ്ട് ചോദിച്ചു. നാറി, നീ എന്ത് പണിയാണ് എൻ്റെ എൽസമ്മയോട് കാണിച്ചത്? ആൽബി അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ച് ഒരൊറ്റ വലിക്ക് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് വീണ്ടും ഒരെണ്ണം കൂടി അങ്ങ് കൊടുത്തു. അളിയ, ഞാൻ നിനക്ക് വേണ്ടിയാ, ജെറി വേദന കൊണ്ട് നിലവിളിച്ചു. എനിക്ക് വേണ്ടിയോ? കളത്തിങ്കൽ ആൽബിക്ക് ചെയർമാനാകാൻ ഒരു പെണ്ണിൻ്റെ മാനം വിൽക്കണമായിരുന്നോടാ. നീ വിചാരിച്ച പോലെ എൽസയെ നാണം കെടുത്തി എനിക്ക് ആ കസേര വേണോ? ആൽബിയുടെ ഒച്ച കോളേജ് മുഴുവൻ കേൾക്കാമായിരുന്നു. അവൻ ചെറിയ ഭിത്തിയോട് ചേർത്ത് നിർത്തി ശ്വാസം മുട്ടിച്ചു. സോറി അളിയ, എന്നോട് ക്ഷമിക്കടാ. നീ ആ ഇലക്ഷൻ തൊട്ടാ നിനക്കത് താങ്ങാൻ പറ്റില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവളെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് മാറ്റാൻ ഞാൻ ഇത്രയും വലിയ പ്രശ്നമാകുമെന്ന് കരുതിയില്ല. എന്നോട് ക്ഷമിക്ക്. ആൽബിയുടെ കലിപ്പ് കണ്ടപ്പോൾ ജെറി ശരിക്കും പേടിച്ചുപോയി. അവൻ കൈകൾ കൂപ്പി സോറി പറഞ്ഞു. ഇനി മേല എൻ്റെയോ എൽസയുടെ മുന്നിൽ നിൻ്റെ ഈ മുഖം കണ്ടുപോയാൽ കൊന്നു കളയാൻ ഞാൻ നിന്നെ. ആൽബി അവനെ ദേഷ്യത്തോടെ തള്ളി തറയിലിട്ടു. എന്നിട്ട് അവിടെ നിന്നും തൻ്റെ ബുള്ളറ്റ് എടുത്ത് പാഞ്ഞുപോയി. അന്ന് രാത്രി ആൽബിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മുറിയിലെ ഇരുട്ടിൽ കട്ടിലേക്ക് കിടക്കുമ്പോൾ എൽസയുടെ നിറഞ്ഞ കണ്ണുകൾ മാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ. അവളെ ഒന്ന് കാണണം, സംസാരിക്കണം എന്നവന് തോന്നി. പക്ഷെ എങ്ങനെ അവൾക്ക് മുന്നിൽ പോയി നിൽക്കും? പിറ്റേന്ന് രാവിലെ ആൽബി വല്ലാത്തൊരു ഭാരത്തോടെയാണ് കോളേജ് ഗേറ്റ് കടന്നത്. മനസ്സിലെന്തോ ഒരു ദുസ്സൂചന പോലെ ഒരു അസ്വസ്ഥത. കോളേജിലെത്തിയപ്പോൾ തന്നെ അന്തരീക്ഷം വല്ലാതെ മാറിയതായി അവന് തോന്നി. കുട്ടികളെല്ലാം കൂട്ടം കൂടി നിന്ന് മെയിൻ ബ്ലോക്കിൻ്റെ ചുവരുകളിലേക്ക് നോക്കി സംസാരിക്കുകയാണ്. ചില പെൺകുട്ടികൾ മുഖം തിരിച്ച് നടക്കുന്നു. ആൺകുട്ടികൾക്കിടയിൽ മോശം ചിരികളും അടക്കം പറച്ചിലുകളും. ആൽബി വേഗത്തിൽ അങ്ങോട്ട് നടന്നു. ചുവരിലേക്ക് നോക്കി അവൻ്റെ കാഴ്ച മങ്ങിപ്പോയി. ചങ്കിൽ ആരോ കത്തി കയറ്റിയതുപോലെ തോന്നി ആൽബിക്ക്. കോളേജ് ചുവരുകളിലും നോട്ടീസ് ബോർഡിലും എൽസയെക്കുറിച്ച് ഏറ്റവും അശ്ലീലമായ വാക്കുകളാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇന്നലത്തെ ലാബ് സംഭവം വെച്ചുകൊണ്ട് അവളെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള വരികൾ. ആരാടാ ഇത് ചെയ്തത്? ഏത് നാറിയാടാ ഇത് എഴുതിയത്? ആൽബി ഭ്രാന്തെടുത്തവനെ പോലെ ആക്രോശിച്ചു. ചിലർ അവനെ നോക്കി പേടിയോടെ മാറി നിന്നു. ആ കോളേജ് മതിലുകൾ മുഴുവൻ എൽസയെ നാണം കെടുത്താൻ പാകത്തിൽ അഴുക്കു പുരണ്ടു കഴിഞ്ഞിരുന്നു. ആൽബി ചുവരിലെ അക്ഷരങ്ങൾ തൻ്റെ കൈകൊണ്ട് മായ്ക്കാൻ ശ്രമിച്ചു. പെയിൻ്റ് അവൻ്റെ കൈകളിൽ പടർന്നു പിടിച്ചു. പക്ഷേ ആ അഴുക്ക് അത്ര പെട്ടെന്ന് മായുന്നതായിരുന്നില്ല. തൻ്റെ പ്രണയത്തെ താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന പെണ്ണിനെ ഒരു കോളേജിന് മുന്നിൽ മുഴുവൻ ഇങ്ങനെ നാണം കെടുത്തിയല്ലോ എന്നോർത്തപ്പോൾ ആൽബിക്ക് കരച്ചിൽ വന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ തലയിൽ കൈവച്ച് നിന്നുപോയി. പെട്ടെന്നാണ് കോളേജ് ഗേറ്റിൽ നിന്നും എൽസ നടന്നു വരുന്നത് അവൻ കണ്ടത്. അവളുടെ കയ്യിലൊരു ഫയലുണ്ടായിരുന്നു. പതിവ് ചിരിയോ ഭാവങ്ങളോ ഇല്ല. മുഖം വിളറിയിരിക്കുന്നു. കണ്ണുകൾക്ക് താഴെ കറുപ്പ് പടർന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് നേരെ ചുമരുകൾക്ക് മുന്നിലേക്ക് നടന്നു വന്നു. എല്ലാവരും അവളെ തന്നെ നോക്കുകയാണ്. എൽസ ആ ചുവരുകളിലെ അശ്ലീല വാരികളിലേക്കൊന്ന് നോക്കി. ഒരിറ്റ് കണ്ണീർ പോലും അവളുടെ കണ്ണിൽ നിന്നും വന്നില്ല. പകരം വല്ലാത്തൊരു ശൂന്യതയായിരുന്നു ആ മുഖത്ത്. ആൽബി അവളുടെ അരികിലേക്ക് വരാനാഞ്ഞു. എൽസ, അവൻ പതിയെ എൽസയെ വിളിച്ചു. പക്ഷെ എൽസ അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൾ ആ ചുവരുകളിൽ നിന്നും കണ്ണ് തിരിച്ച് നേരെ പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് നടന്നു. ആൽബിയും അവൾക്ക് പുറകെ ഓടി. ഓഫീസിന് വെളിയിൽ അവൻ കാത്തു നിന്നു. കുറച്ച് സമയം കഴിഞ്ഞ് എൽസ പുറത്തേക്ക് വന്നു. പ്രിൻസിപ്പലിൻ്റെ കയ്യിൽ അവൾ തൻ്റെ ഇലക്ഷൻ നോമിനേഷൻ പിൻവലിക്കുന്നതിനുള്ള കത്ത് കൊടുത്തിട്ടാണ് വരുന്നത്. അവൾ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരത്തിൽ നിന്നും പിന്മാറി കഴിഞ്ഞിരിക്കുന്നു. ഓഫീസിൽ നിന്ന് ഇറങ്ങിയ എൽസ ആൽബി വഴിയിൽ തടഞ്ഞു നിർത്തി. എൽസ, നീ എന്തിനു പിന്മാറിയത്? നീ തോറ്റു കൊടുക്കരുത്. അത് ചെയ്തവന്മാരെ ഞാൻ... ആൽബിയുടെ ശബ്ദമിടറി. എൽസ അവനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ ദേഷ്യമല്ല, വലിയൊരു നിരാശയും സങ്കടവും മാത്രമായിരുന്നു. മതി ആൽബിച്ച,
കളത്തിങ്കൽ ആൽബിക്ക് ചെയർമാനാകാൻ ഇത്രയും വലിയൊരു വില ഞാൻ കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ കരുതിയില്ല. എനിക്കിപ്പോൾ ഈ കോളേജും വേണ്ട, ഇവിടുത്തെ രാഷ്ട്രീയവും വേണ്ട. എനിക്കെൻ്റെ ആത്മാഭിമാനമാണ് വലുത്. എൽസ, എന്നെ വിശ്വസിക്കടി, ഇതിലെനിക്ക് പങ്കില്ല. ജെറി ചെയ്തതാ. എനിക്കൊന്നും കേൾക്കണ്ട ആൽബി. ഇനി എന്നെ ശല്യം ചെയ്യരുത് പ്ലീസ്. എൽസ അത്രയും പറഞ്ഞിട്ട് കോളേജ് പടവുകൾ ഇറങ്ങി വേഗത്തിൽ നടന്നുപോയി. അവൾ അന്ന് ക്ലാസ്സിലിരുന്നില്ല. കോളേജ് വിട്ട് നേരെ വീട്ടിലേക്ക് പോയി. ആൽബി അവിടെ തന്നെ തരിച്ചിരുന്നു. ആ കോളേജ് ഗ്രൗണ്ടും ചുവരുകളും ചുറ്റും നിൽക്കുന്ന കുട്ടികളുടെ സംസാരവും എല്ലാം അവനെ ശ്വാസം മുട്ടിച്ചു. താൻ അത്രയും ആഗ്രഹിച്ച ചെയർമാൻ സ്ഥാനം അതിപ്പോൾ തൻ്റെ കൈവെള്ളയിൽ എത്തി നിൽക്കുകയാണ്. എൽസ പിന്മാറിയ സ്ഥിതിക്ക് താൻ തന്നെയായിരിക്കും അടുത്ത ചെയർമാൻ. പക്ഷെ ആൽബിക്ക് ഒരു സന്തോഷവും തോന്നിയില്ല. ആ കസേരയ്ക്ക് എൽസയുടെ കണ്ണീരിൻ്റെ നനവുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. കോളേജ് പടവുകൾ ഇറങ്ങി പോകുന്ന എൽസയുടെ ആ രൂപം നോക്കി നിൽക്കുമ്പോൾ ആൽബിയുടെ നെഞ്ചിൽ ഒരു വലിയ കൊടുങ്കാറ്റ് വീശിയടിക്കുന്നുണ്ടായിരുന്നു. കാൽക്കീഴിലെ മണ്ണൊലിച്ചു പോയതുപോലെ അവൻ അവിടെ തന്നെ തടഞ്ഞു നിന്നു. ചുറ്റും നിൽക്കുന്ന കുട്ടികളുടെ അടക്കം പറച്ചിലുകളും പരിഹാസ ചിരികളും അവൻ്റെ കാതുകളിൽ ഈയം ഉരുക്കിയൊഴിച്ചതുപോലെയാണ് അനുഭവപ്പെട്ടത്. നിഷ്കളങ്കമായ അവൻ്റെ എൽസമ്മയുടെ മുഖം അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. ആ മുഖമാണ് ഇന്നൊരു തെറ്റും ചെയ്യാതെ ഈ കോളേജിന് മുന്നിൽ അപമാനിതയായി തല താഴ്ത്തി നടന്നു പോയത്. അവളുടെ അവസാന വാക്കുകൾ ആൽബിയുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. അവൻ തൻ്റെ ഇരു കൈകളിലേക്കും നോക്കി. ചുവരിലെ അഴുക്കു പുരണ്ട അക്ഷരങ്ങൾ മായ്ക്കാൻ ശ്രമിച്ചപ്പോൾ പടർന്ന ചായം അവൻ്റെ കൈകളിൽ ഇപ്പോഴുമുണ്ട്. അതിലേക്ക് നോക്കിയപ്പോൾ ആൽബിക്ക് തന്നോട് തന്നെ വല്ലാത്ത അറപ്പും ദേഷ്യവുമാണ് തോന്നിയത്. താൻ അത്രയും കൊതിച്ച കോളേജിൽ കാലുകുത്തി അന്നു മുതൽ സ്വപ്നം കണ്ട ചെയർമാൻ കസേര അതിലേക്ക് നോക്കാൻ പോലും അവന് തോന്നിയില്ല. എൽസയുടെ ആത്മാഭിമാനം തകർത്തുകൊണ്ട് കിട്ടുന്ന കസേര തനിക്ക് വേണ്ട. ആ കസേരയിലിരുന്ന തൻ്റെ പ്രണയത്തിൻ്റെ കണ്ണീരിട്ട് നനവ് എപ്പോഴും തന്നെ വേട്ടയാടുമെന്ന് ആൽബി തിരിച്ചറിഞ്ഞു. അവൻ ഒട്ടും ചിന്തിച്ചില്ല. വേഗത്തിൽ നടന്ന് നേരെ പ്രിൻസിപ്പലിൻ്റെ മുറിയിലേക്ക് ചെന്നു. സാർ. ആൽബി അകത്തേക്ക് കയറി. പ്രിൻസിപ്പൽ പ്രൊഫസർ മാത്യു അവനെ നോക്കി കണ്ണട ഒരു മേശപ്പുറത്തേക്ക് വെച്ചു. എന്താ ആൽബി, നിന്റെ എതിർ സ്ഥാനാർത്ഥി എൽസ നോമിനേഷൻ പിൻവലിച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ ഈ ഇലക്ഷനിൽ നീ മാത്രമാണ് മുഖ്യമായിട്ടുള്ളത്. ഏകകണ്ഠമായി നീ ചെയർമാൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടും. വേണ്ട സാർ. ആൽബിയുടെ ശബ്ദം ദൃഢമായിരുന്നു. എന്നാൽ അതിൽ വല്ലാത്തൊരു സങ്കടം കലർന്നിരുന്നു. കയ്യിലുള്ള ഒരു വെള്ളക്കടലാസ് അവൻ പ്രിൻസിപ്പലിൻ്റെ മേശപ്പുറത്തേക്ക് നീക്കിവെച്ചു. ഇതെന്താണ്? പ്രിൻസിപ്പൽ ആ പേപ്പർ എടുത്തു നോക്കി. എൻ്റെ നോമിനേഷൻ പിൻവലിക്കുന്നതിനുള്ള കത്താണ് സാർ. ഈ ഇലക്ഷനിൽ കളത്തിങ്കൽ ആൽബിയും മത്സരിക്കുന്നില്ല. നീ ഇത് എന്തൊക്കെയാണ് ഈ ആൽബി കാണിക്കുന്നത്? നിന്റെ വലിയൊരു സ്വപ്നമായിരുന്നില്ലേ ഇത്? എൽസ പിന്മാറിയത് അവളുടെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ്. നീ എന്തിനാ പിന്മാറുന്നത്? പ്രിൻസിപ്പൽ അത്ഭുതത്തോടെ ചോദിച്ചു. അവൾ പിന്മാറിയത് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടല്ല സാർ. ഈ കോളേജിലെ ചീഞ്ഞ രാഷ്ട്രീയം കൊണ്ടാണ്. അവളെ ഈ അവസ്ഥയിൽ എത്തിച്ചത് എൻ്റെ കൂട്ടുകാരനാണ്. അതിനൊരു പരിധി വരെ ഞാനും കാരണക്കാരനാണ്. ഒരു പെൺകുട്ടിയുടെ ആത്മാഭിമാനം വിറ്റുകൊണ്ട് എനിക്ക് ഈ കോളേജിൽ ചെയർമാനാകേണ്ട സാർ. എനിക്ക് ഈ സ്ഥാനത്തോട് വെറുപ്പാണ് തോന്നുന്നത്. ഞാൻ പിന്മാറുന്നു. അത്രയും പറഞ്ഞ് ആരോടും ഒന്നും മിണ്ടാതെ ആൽബി പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ നിന്നും പുറത്തിറങ്ങി. കോളേജ് നോട്ടീസ് ബോർഡിൽ ആൽബിയും ഇലക്ഷനിൽ നിന്ന് പിന്മാറിയെന്ന നോട്ടീസ് ഉയർന്നപ്പോൾ കോളേജ് ഒന്നടങ്കം ഞെട്ടി. ആൽബിയെ ജയിപ്പിക്കാൻ വേണ്ടി എൽസയെ ചതിച്ച ജെറിയും കൂട്ടരും തലയിൽ കൈവച്ചിരുന്നു പോയി. കോളേജിലെ പിള്ളേരും അധ്യാപകരും ആൽബിയുടെ ഈ തീരുമാനത്തിന് മുന്നിൽ അത്ഭുതപ്പെട്ടു. ശത്രുതയുണ്ടായിരുന്നെങ്കിലും അവൻ കാണിച്ച അന്തസ്സ് എല്ലാവരുടെയും മനസ്സിൽ അവനോടുള്ള ബഹുമാനം കൂട്ടി. പക്ഷെ ആൽബിക്ക് അതൊന്നും ഒരു ആശ്വാസം നൽകിയില്ല. അവൻ്റെ മനസ്സ് മുഴുവൻ എൽസമ്മയോട് എങ്ങനെ ഒന്ന് ക്ഷമ ചോദിക്കും എന്ന ചിന്തയിൽ മാത്രമായിരുന്നു. അന്ന് വൈകുന്നേരം കളത്തിങ്കൽ തറവാടിൻ്റെ ഉമ്മറത്ത് വല്ലാത്തൊരു നിശബ്ദതയായിരുന്നു. മേരിയമ്മച്ചി ഇന്ന് പണിക്ക് വന്നിട്ടില്ല. ത്രേസ്യയും ലില്ലിക്കുട്ടിയും ഉമ്മറത്തിരിപ്പുണ്ടായിരുന്നു. ആൽബി ബുള്ളറ്റ് നിർത്തിയിറങ്ങിയപ്പോൾ ലില്ലി അവനെ വല്ലാത്തൊരു നോട്ടം നോക്കി. കോളേജിൽ നടന്ന കാര്യങ്ങളെല്ലാം അവളും അറിഞ്ഞിരുന്നു. ആൽബി, നീ ഇലക്ഷനിൽ നിന്ന് പിന്മാറിയെന്ന് കേട്ടല്ലോ. ലില്ലി എന്നോട് പറഞ്ഞു. ത്രേസ്യമ്മച്ചി വിഷമത്തോടെ ചോദിച്ചു. ആൽബി ഒന്ന് മൂളുക മാത്രം ചെയ്തു. നീ ചെയ്തത് നല്ല കാര്യാടാ. നമ്മൾ കാരണം ആ പാവം കൊച്ചിനൊരു വിഷമം ഉണ്ടാകരുത്. മേരി ഇന്ന് വന്നിട്ടില്ല. എൽസക്ക് വല്ലാത്ത പനിയാണെന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആ കൊച്ച് ഇത്രയും നാളും ആ കോളേജിൽ തല ഉയർത്തി നടന്നതാ. ഇതിപ്പോൾ ത്രേസ്യമ്മച്ചിയുടെ വാക്കുകൾ ആൽബിയുടെ നെഞ്ചിൽ ഒരു കനലായി വീണു. താൻ കാരണമാണ് അവൾ ഇന്ന് മുറിക്കുള്ളിൽ കരഞ്ഞു തീർക്കുന്നത്. ആൽബിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല. അവൻ നേരെ മേരിയമ്മച്ചിയുടെ വീട്ടിലേക്ക് നടന്നു. തറവാടിൻ്റെ പറമ്പിൻ്റെ അറ്റത്തുള്ള ചെറിയൊരു ഓടിട്ട വീടാണ് അവരുടേത്. ആൽബിയെ കണ്ടതും മേരിയമ്മച്ചിയുടെ മുഖത്ത് ഒരു സങ്കടം പടർന്നു. ആൽബി, വാ, അകത്തേക്ക് ഇരിക്ക്. വേണ്ടമ്മച്ചി, എൽസ ഇവിടെ? ആൽബി ആകുലതയോട് ചോദിച്ചു. അവൾ അകത്തെ മുറിയിൽ കിടക്കുകയാണ് മോനെ. നല്ല പനിയുണ്ട്.
കോളേജിൽ എന്തോ പ്രശ്നം ഉണ്ടായെന്ന് ലില്ലി വിളിച്ച് പറഞ്ഞിരുന്നു. എൻ്റെ കൊച്ച് ഒരു തെറ്റും ചെയ്യില്ല ആൽബി. മേരിയമ്മച്ചിയുടെ കണ്ണ് നിറഞ്ഞു. അമ്മച്ചി വിഷമിക്കണ്ട, അവളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കോളേജിൽ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ അവളെ ഒന്ന് കണ്ടോട്ടെ. മേരിയമ്മച്ചി തലയാട്ടി. ആൽബി പതിയെ അകത്തെ മുറിയിലേക്ക് നടന്നു. ജനാലയിലൂടെ വരുന്ന നേരിയ വെളിച്ചത്തിൽ എൽസ കട്ടിലിൽ കിടക്കുന്നത് അവൻ കണ്ടു. മുഖം വല്ലാതെ വിളറിയിരിക്കുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അവൾ മേൽക്കൂരയിലേക്ക് നോക്കി കിടക്കുകയായിരുന്നു. ആൽബിയുടെ കാൽപ്പെരുമാറ്റം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. അവനെ കണ്ടതും അവളുടെ മുഖം കടുത്തു. അവൾ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ പറഞ്ഞതല്ലേ ഇനി എൻ്റെ മുന്നിൽ വരരുതെന്ന്. അവളുടെ ശബ്ദത്തിൽ ദേഷ്യവും ഒപ്പം വല്ലാത്തൊരു വേദനയും ഉണ്ടായിരുന്നു. എൽസ, നീ ഒന്ന് ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്ക് നിന്നോട് ക്ഷമ ചോദിക്കണം. ജെറി ചെയ്തത് ഞാൻ അറിഞ്ഞിട്ടല്ല. ആൽബി അവളുടെ അരികിലേക്ക് ഒരു ചുവട് വെച്ചു. എനിക്കൊന്നും കേൾക്കണ്ട ആൽബിച്ച. നിങ്ങൾ ജയിച്ചല്ലോ. ഞാൻ ഇലക്ഷനിൽ നിന്ന് പിന്മാറി. ഇനി നിങ്ങൾക്ക് ആ ചെയർമാൻ കസേരയിൽ സമാധാനമായിട്ടിരിക്കാം. ദയവ് ചെയ്ത് എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക്. എൽസ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല എൽസ, ഞാൻ ഈ ഇലക്ഷനിൽ നിന്ന് പിന്മാറി. ഞാൻ നോമിനേഷൻ തിരികെ വാങ്ങി. നിന്റെ ആത്മാഭിമാനം തകർത്ത് കിട്ടുന്ന ഒരു സ്ഥാനവും കളത്തിങ്കൽ ആൽബിക്ക് വേണ്ട. ആൽബിയുടെ ശബ്ദം ഇടറി. എൽസ ഒരു നിമിഷം ഞെട്ടലോടെ അവനെ നോക്കി. അവൻ ഇലക്ഷനിൽ നിന്ന് പിന്മാറിയെന്നോ? അവൾക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും അവളുടെ ഉള്ളിലെ മുറിവ് അത്ര പെട്ടെന്നൊന്നും ഉണങ്ങുന്നതായിരുന്നില്ല. അതിന് ഞാൻ നിങ്ങളോട് പിന്മാറാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ പിന്മാറിയതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ട സമാധാനം തിരികെ കിട്ടുമോ? കോളേജ് ചുവരുകളിൽ എഴുതി വെച്ച ആ അഴുക്കുചാലിലെ വരികൾ മായുമോ? എല്ലാവരുടെയും മുന്നിൽ ഞാൻ ആരായി? എനിക്ക് ആരോടും സംസാരിക്കാൻ താല്പര്യമില്ല. ആൽബിച്ച് ഇവിടുന്ന് പോകണം. ആൽബി അവിടെ തന്നെ കുറച്ച് സമയം നിന്നു. അവളിപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് എന്ന് അവന് മനസ്സിലായി. അവൻ പതിയെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. പിന്നീടുള്ള ദിവസങ്ങളിൽ ആൽബി പലവട്ടം എൽസയോട് സംസാരിക്കാൻ ശ്രമിച്ചു. എൽസ പിന്നെയും കോളേജിൽ വരാൻ തുടങ്ങി. പക്ഷെ പഴയതുപോലെ ചിരിക്കുന്ന, എല്ലാവരോടും സംസാരിക്കുന്ന എൽസമ്മയായിരുന്നില്ല അത്. അവൾ വല്ലാതെ ഒതുങ്ങിക്കൂടി. ക്ലാസ് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് മടങ്ങും. ആൽബി അവളുടെ വഴിയിൽ പലപ്പോഴും കാത്തു നിന്നു. കോളേജ് വരാന്തയിൽ വെച്ചും ബസ് സ്റ്റോപ്പിൽ വെച്ചും അവൻ അവളുടെ അരികിലേക്ക് ചെന്നു. എൽസ, ഒരൊറ്റ മിനിറ്റ്, നീ എന്നോടൊന്ന് സംസാരിക്കും. ഇങ്ങനെ മിണ്ടാതിരുന്ന് എന്നെ കൊല്ലരുത്. ഒരു ദിവസം വൈകുന്നേരം കോളേജ് ഗേറ്റിന് വെളിയിൽ വെച്ച് അവൻ അവളുടെ കയ്യിൽ പിടിച്ച് തടഞ്ഞു നിർത്തി. എൽസ തൻ്റെ കൈ ബലമായി വേർപ്പെടുത്തി. അവളുടെ കണ്ണുകളിൽ കനലെരിയുന്നുണ്ടായിരുന്നു. കൈ വിട ആൽബിച്ച, ആളുകൾ നോക്കുന്നു. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒരു താല്പര്യവും ഇല്ല. കളത്തിങ്കലോ ഒറ്റക്കൊമ്പന് ആരോടും എന്തും ചെയ്യാമെന്ന് വിചാരമായിരിക്കും. പക്ഷെ എൻ്റെ മുന്നിൽ അത് നടക്കില്ല. ഇനി മേലാൽ എൻ്റെ വഴിയിൽ വന്നു പോകരുത്. അവൾ ദേഷ്യത്തോടെ നടന്നുപോയി. അവളുടെ ആ വാക്കുകൾ ആൽബിയുടെ നെഞ്ചിൽ തുളച്ചു കയറി. എങ്കിലും അവൻ തോറ്റു കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവളുടെ ഉള്ളിലെ പിണക്കവും സങ്കടവും മാറുന്നവരെ, തൻ്റെ ഉള്ളിലെ യഥാർത്ഥ പ്രണയം അവൾ തിരിച്ചറിയുന്നതുവരെ താൻ കാത്തിരിക്കുമെന്ന് ആൽബി മനസ്സിൽ ഉറപ്പിച്ചു. കളത്തിങ്കല ഒറ്റക്കൊമ്പൻ നമ്മളുടെ എൽസമ്മക്ക് മുന്നിൽ തൻ്റെ എല്ലാ അഹങ്കാരങ്ങളും വെടിഞ്ഞ് അവൾക്കായി മാത്രം കാത്തിരിക്കാൻ തുടങ്ങി. കോളേജ് പടവുകളിൽ നിന്നും പെയ്തൊഴിഞ്ഞ കനൽ മഴയ്ക്ക് ശേഷം മാസങ്ങൾ ഒട്ടനവധി കൊഴിഞ്ഞുപോയി. ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെ ചീഞ്ഞ അഴുക്കുചാലുകൾക്കൊപ്പം ആൽബി തൻ്റെ ബിരുദം പൂർത്തിയാക്കി കോളേജിൻ്റെ പടികൾ ഇറങ്ങിയിരുന്നു. ഇലക്ഷൻ പിന്മാറ്റത്തിന് ശേഷം എൽസ അവനിൽ നിന്ന് ഒരുപാട് അകന്നിരുന്നു. കാണാൻ ശ്രമിച്ചപ്പോഴേക്കും കനൽ നിറഞ്ഞ നോട്ടം കൊണ്ടും കനത്ത വാക്കുകൾ കൊണ്ടും അവൾ അവനെ അകറ്റി നിർത്തി. കോളേജ് കഴിഞ്ഞതോടെ അവളെ ഒന്ന് കാണാൻ പോലുമുള്ള വഴികൾ അടഞ്ഞു. എങ്കിലും കളത്തിങ്കൽ തറവാടിൻ്റെ വലിയ പടിക്കൽ ബുള്ളറ്റ് വന്ന് നിൽക്കുമ്പോഴൊക്കെ ആൽബിയുടെ കണ്ണുകൾ ആദ്യം തിരഞ്ഞിരുന്നത് ഉമ്മറത്തെ തിണ്ണയിലോ അല്ലെങ്കിൽ അടുക്കള ഭാഗത്തോ ആ പെണ്ണിൻ്റെ സാന്നിധ്യമുണ്ടോ എന്നായിരുന്നു. അങ്ങനെ ഒരു പെയ്യാൻ മടിച്ചു നിൽക്കുന്ന കർക്കിട സായാഹ്നത്തിലായിരുന്നു അത് സംഭവിച്ചത്. അന്ന് വീട്ടിൽ അമ്മച്ചി ത്രേസിയും ലില്ലിക്കുട്ടിയും ഒരു കല്യാണ ആവശ്യത്തിനായി ടൗണിലേക്ക് പോയിരിക്കുകയായിരുന്നു. മേരിയമ്മച്ചിക്ക് വല്ലാത്ത പനിയായതുകൊണ്ട് കുറച്ച് ദിവസമായി പണിക്ക് വരുന്നുണ്ടായിരുന്നില്ല. ആൽബി ഉമ്മറത്തെ കസേരയിലിരുന്ന് എന്തോ ആലോചിച്ചുകൊണ്ട് തൻ്റെ ബുള്ളറ്റിൻ്റെ കീ വിരലിലിട്ട് കറക്കുകയായിരുന്നു. പെട്ടെന്നാണ് പടിക്കൽ ഒരു കാൽപെരുമാറ്റം കേട്ടത്. അവൻ പെട്ടെന്ന് തല ഉയർത്തി നോക്കി. കറുത്ത ബോർഡറുള്ള ഒരു ചുരിദാർ ധരിച്ച് നനഞ്ഞ മുടിയിഴകൾ പുറകിലേക്ക് ഒതുക്കി കെട്ടി കയ്യിലൊരു ചോറ്റുപാത്രമായി പടി കടന്നു വരുന്നത് മറ്റാരുമായിരുന്നില്ല, അവൻ്റെ എൽസമ്മയായിരുന്നു. മാസങ്ങൾക്ക് ശേഷം അവളെ ഇത്രയടുത്ത് കണ്ടപ്പോൾ ആൽബിയുടെ നെഞ്ചെടുപ്പ് അതിൻ്റെ സർവ്വപരിധികളും ലംഘിച്ചു. അവൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. എൽസ ഉമ്മറത്തേക്ക് കയറി വന്നപ്പോഴാണ് കസേരയിൽ ആൽബി തനിയെ ഇരിക്കുന്നത് കണ്ടത്. അവൾ പെട്ടെന്ന് അവിടെ തന്നെ തടഞ്ഞു നിന്നു. വീട്ടിൽ മറ്റാരില്ലെന്ന് ആ നിശബ്ദതയിൽ നിന്ന് അവൾക്ക് മനസ്സിലായി. അവളുടെ മുഖത്ത് ചെറിയൊരു പരിഭ്രമം പടർന്നു. എൽസ ഉമ്മറത്തെ മേശപ്പുറത്തേക്ക് പാത്രം വെച്ചുകൊണ്ട് തിരികെ നടക്കാൻ ആഞ്ഞു. എൽസ, ആൽബിയുടെ ശബ്ദം ആ അന്തരീക്ഷത്തിൽ മുഴങ്ങി.
മാസങ്ങളായി തൻ്റെ ഉള്ളിൽ കിടന്ന് വിറങ്ങലിച്ച വിളിയിൽ വല്ലാത്തൊരു കാന്തികതയുണ്ടായിരുന്നു. എൽസ പടവുകൾ ഇറങ്ങാൻ തുടങ്ങിയതും ആൽബി വേഗത്തിൽ ചെന്ന് അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു നിർത്തി. അവളുടെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി. കൈ വിട് ആൽബിച്ച, ആളുകൾ കാണും. അവിടെ അമ്മച്ചിയും ലില്ലിയും ഇല്ലെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നെ വിട്, ഞാൻ പൊയ്ക്കോളാം. എൽസ തൻ്റെ കൈ മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അവനെ നോക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇല്ല, ഞാൻ വിടില്ല. എത്ര മാസമായി എൽസെ, നീ എന്നെ ഇങ്ങനെ കൊല്ലാതെ കൊല്ലുന്നു. ഒരൊറ്റ വാക്ക് നീ എന്നോട് നേരെ ചൊവ്വ സംസാരിച്ചിട്ടുണ്ടോ? ആൽബി അവളുടെ കൈകളിൽ പിടിമുറുക്കിക്കൊണ്ട് അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി. എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. കളത്തിങ്കൽ തറവാട്ടിലെ വലിയ തമ്പുരാന് എന്നെപ്പോലെ ഒരു വേലക്കാരിയുടെ മകളോട് എന്താണ് സംസാരിക്കാനുള്ളത്? അവളുടെ വാക്കുകളിൽ പിണക്കത്തിൻ്റെ മൂർച്ചയുണ്ടായിരുന്നു. പക്ഷെ ആൽബി ഇത്തവണ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവൻ അവളെ ഉമ്മറത്തെ തൂണിനോട് ചേർത്ത് നിർത്തി. അവളുടെ ശ്വാസത്തിൻ്റെ ചൂട് അവൻ്റെ നെഞ്ചിൽ വന്ന് തട്ടുന്നുണ്ടായിരുന്നു. ആൽബി കുറച്ചു നേരം അവളെ നോക്കി നിന്നുപോയി. വേലക്കാരിയുടെ മകളോ? നിന്നെ ഞാൻ അങ്ങനെയാണോ കണ്ടേ? നീ എന്നെ അത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ അല്ലേടി? ആൽബിയുടെ ശബ്ദം പതിയെ താഴ്ന്നു. അതിൽ പ്രണയത്തിൻ്റെ ആർദ്രത നിറഞ്ഞു. എൽസയുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു. അവൾ മുഖം തിരിച്ചു. ആൽബി ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തോട് മുഖമടുപ്പിച്ചു. അവൻ്റെ ആ സാമീപ്യം എൽസയെ വല്ലാതെ തളർത്തുന്നുണ്ടായിരുന്നു. അവളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആകാശത്ത് ഒരു വലിയ ഇടിമുഴക്കത്തോടെ മഴ പെയ്തു തുടങ്ങി. മുറ്റത്തെ മാവിൻ ചില്ലകൾ കാറ്റിലുലഞ്ഞു. തണുത്ത കാറ്റ് ഉമ്മറത്തേക്ക് അടിച്ചു കയറിയപ്പോൾ എൽസ നേരിയ രീതിയിൽ വിറച്ചു. ആൽബി തൻ്റെ കൈവിരലുകൾ കൊണ്ട് അവളുടെ കവിളിലെ കണ്ണുനീർ തുടച്ചു മാറ്റി. അവൻ്റെ വിരലുകളുടെ സ്പർശനം അവളുടെ ചർമ്മത്തിൽ ഒരു തരിപ്പ് പടർത്തി. ഇപ്പോഴും ഈ കളത്തിങ്കൽ ഒറ്റക്കൊമ്പനോട് നിനക്ക് പഴയ ഇഷ്ടമല്ലേടി എൽസമ്മേ? ആൽബി അവളുടെ അടുപ്പിലൂടെ കൈകൾ ചുറ്റി തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. എൽസയുടെ കൈകൾ അറിയാതെ അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ മുറുകി. അവൾക്ക് അവനെ തള്ളി മാറ്റാൻ കഴിഞ്ഞില്ല. മാസങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന ആ വിരഹത്തിൻ്റെ നോവ് ആ മഴത്തുള്ളികൾക്കൊപ്പം ഉരുകിത്തീരുന്നത് പോലെ അവൾക്ക് തോന്നി. പറയടി, നിനക്ക് എന്നെ ഇഷ്ടമല്ലേ? ആൽബി അവളുടെ കാതോരം വന്ന് പ്രണയത്തോടെ ചോദിച്ചു. അവൻ്റെ ശ്വാസം അവളുടെ കഴുത്തിൽ തട്ടിയപ്പോൾ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു. ആൽബി അവളുടെ താടിയിൽ പിടിച്ച് മുഖമുയർത്തി. ആ നനവാർന്ന കണ്ണുകളിലേക്ക് നോക്കി അവൻ പതിയെ അവളുടെ ചുണ്ടുകളിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്തു. കനത്തു പെയ്യുന്ന കർക്കിടക മഴയുടെ പശ്ചാത്തലത്തിൽ മാസങ്ങളുടെ കാത്തിരിപ്പിൻ്റെയും പ്രണയത്തിൻ്റെയും മധുരം നിറഞ്ഞൊരു ചുംബനം. എൽസ ആദ്യമായൊന്ന് വിറച്ചെങ്കിലും പിന്നീട് അവൾ അവൻ്റെ ചുംബനത്തിന് പൂർണ്ണമായും കീഴ്പ്പെട്ടു. മുറ്റത്ത് മഴ തകർത്ത് പെയ്യുമ്പോൾ കളത്തിങ്കൽ തറവാടിൻ്റെ ഉമ്മറത്ത് രണ്ട് ഹൃദയങ്ങൾ ഒന്നാവുകയായിരുന്നു. എല്ലാ പരിഭവങ്ങളും പിണക്കങ്ങളും ആ പ്രണയമഴയിൽ ഒഴിച്ചുപോയി. ചുംബനത്തിൻ്റെ ലഹരിയിൽ നിന്നും പതിയെ വേർപ്പെടുമ്പോൾ എൽസയുടെ മുഖം ചുവന്ന് തൊടുത്തിരുന്നു. ഇപ്പം പിണക്കം മാറിയോ? ആൽബി പതിയെ ചോദിച്ചു. എൽസ ഒന്നും മറുപടി പറയാതെ ആ മുറ്റത്തേക്ക് അങ്ങ് ഇറങ്ങി. തന്നത് ഒരെണ്ണമെങ്കിലും തിരിച്ചു തന്നേച്ചും പോടി. ആൽബി ഉറക്കെ ചുണ്ടൊന്ന് തൊട്ട് ഉഴിഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു. എൽസ ഒന്നും മിണ്ടിയില്ല. അവൾ വേറെ ഏതോ ലോകത്തായിരുന്നു അന്നേരം. ആ കനത്തു പെയ്ത കർക്കിടക മഴ തോർന്നിട്ടും കളത്തിങ്കൽ തറവാടിൻ്റെ ഉമ്മറത്ത് പെയ്തു തീർന്ന പ്രണയത്തിൻ്റെ നനവ് ആൽബിയുടെ ചുണ്ടുകളിൽ നിന്നും മനസ്സിൽ നിന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. ദിവസങ്ങൾ പിന്നെയും കൊഴിഞ്ഞുപോയി. മേരിയമ്മച്ചിക്ക് വല്ലാത്ത പനിയായതുകൊണ്ട് അവർക്ക് കുറച്ച് ദിവസത്തേക്ക് പണിക്ക് വരാൻ കഴിഞ്ഞില്ല. അമ്മച്ചി ത്രേസ്യക്കാണെങ്കിൽ വീട്ടിലെ പണികൾ ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. ഇതറിഞ്ഞാണ് അമ്മച്ചിയെ സഹായിക്കാൻ വേണ്ടി എൽസ വീണ്ടും കളത്തിങ്കൽ തറവാട്ടിലേക്ക് വരുന്നത്. അന്ന് രാവിലെ ലില്ലിക്കുട്ടിയും ത്രേസ്യമ്മച്ചിയും അടുത്ത വീട്ടിലൊരു ചടങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോയിരിക്കുകയായിരുന്നു. വീട്ടിൽ മേരിയമ്മച്ചിക്ക് പകരം അടുക്കള ഭരിക്കാൻ എൽസ തനിയെ ഉണ്ട്. ആൽബി രാവിലെ എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് വന്നപ്പോൾ തന്നെ അടുക്കള ഭാഗത്തു നിന്നും നല്ല വറുത്തരച്ച കോഴിക്കറിയുടെയും അപ്പത്തിൻ്റെയും മണം മൂക്കിലേക്ക് അടിച്ചു കയറി. അവൻ പതിയെ ചുറ്റും നോക്കി. അമ്മച്ചിയുടെയും ലില്ലിയുടെയും ബഹളമൊന്നും കേൾക്കാനില്ല. വീട്ടിൽ വേറെ ആരുമില്ലെന്ന് ഉറപ്പായതും കളത്തിങ്കലെ ഒറ്റക്കൊമ്പൻ്റെ മുഖത്ത് ഒരു കള്ളച്ചിരി വിരിഞ്ഞു. അവൻ ഒട്ടും സമയം കളയാതെ നേരെ അടുക്കളയിലേക്ക് നടന്നു. അവിടെ എൽസ മുടി മുകളിലേക്ക് ഒതുക്കി കെട്ടി കയ്യിൽ ചട്ടുകവുമായി കറിയിളക്കുന്ന തിരക്കിലാണ്. വിയർത്ത അവളുടെ മുഖം വല്ലാതെ ചുവന്ന് തുടുത്തിരുന്നു. ആൽബി വരുന്നത് അവൾ അറിഞ്ഞതേയില്ല. അവൻ പതുക്കെ നടന്ന് അവളുടെ തൊട്ടുപുറകിൽ വന്ന് നിന്നു. എന്നിട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് അവളുടെ ഇടുപ്പിലൂടെ കൈകൾ ചുറ്റി ഒരൊറ്റ വലി. അമ്മച്ചി! എൽസ പേടിച്ച് നിലവിളിക്കാൻ പോയതും ആൽബി അവളുടെ വായ തൻ്റെ കൈകൊണ്ട് പൊത്തിപ്പിടിച്ചിരുന്നു. അവളെ തൻ്റെ നെഞ്ചിലേക്ക് ദൃഢമായി ചേർത്ത് വെച്ചുകൊണ്ട് അവൻ അവളുടെ കാതോരം ചോദിച്ചു. എന്താടി അമ്മച്ചിയെ വിളിക്കുന്നത്? നിന്റെ ആൽബിച്ചി ഇവിടെ ഉള്ളപ്പോൾ വേറെ ആരെയും വിളിക്കണ്ട.
അവൻ്റെ ശ്വാസം തൻ്റെ കഴുത്തിൽ തട്ടിയപ്പോൾ എൽസയുടെ ശരീരത്തിൽ കൂടെ ഒരു കറന്റ് പാഞ്ഞുപോയി. അവൾ അവൻ്റെ കൈകൾ മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് കുതറി. ആൽബിച്ച, ആരെങ്കിലും കാണും, അമ്മച്ചി ഇപ്പോൾ വരും. അവൾ തിരിഞ്ഞു നിന്ന് അവൻ്റെ നെഞ്ചിൽ കൈവച്ച് തള്ളി മാറ്റാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആരും വരില്ലടി കുരുപ്പേ. ആൽബി അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണ് ചിമ്മി. മാറി നിൽക്ക്, എനിക്ക് പണിയുണ്ട്, കറി കരിഞ്ഞു പോവും. എൽസ അവനെ തള്ളി മാറ്റാൻ ഒരുങ്ങി. കഴിഞ്ഞാൽ ഞാൻ തിന്നോളാടി. ആൽബി വിടാൻ പാവമില്ലായിരുന്നു. മാറി നിന്ന്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, എൽസ ദേഷ്യത്തോടെ പറഞ്ഞു. അത് വെറുതെ, നിനക്ക് ദേഷ്യമൊന്നും വരുന്നില്ല. ഉണ്ടെങ്കിൽ നീ എന്നെ ഇപ്പോൾ പറപ്പിച്ചേനെ, ആൽബി ചിരിയോടെ പറഞ്ഞു. എൽസ അവനെ നോക്കി കണ്ണുരുട്ടി. എൽസമ്മോ, നിനക്ക് എന്നോട് പ്രേമാണല്ലേ? ആൽബി വിടാൻ പാവമില്ല. ആര് പറഞ്ഞു? അങ്ങനൊന്നുമില്ല. എൽസയ്ക്ക് പരിഭ്രമം. ആരും പറയണ്ട, എനിക്ക് മനസ്സിലാവും. ആൽബി പതിയെ ചിരിച്ചു. പെട്ടെന്നാണ് അടുപ്പിലിരിക്കുന്ന ചായ തിളച്ചു തൂവാൻ തുടങ്ങിയത്. അയ്യോ ചായ! എൽസ അവനെ ബലമായി തള്ളിമാറ്റി വേഗം ചായപാത്രം അടുപ്പിൽ നിന്ന് മാറ്റിവെച്ചു. അവളുടെ പരിഭ്രമം കണ്ട് ആൽബി ഉച്ചത്തിൽ ചിരിച്ചു. നിന്നെ ഇങ്ങനെ കാണാനാ എനിക്ക് ഏറ്റവും ഇഷ്ടം, എൻ്റെ ക്യൂട്ട് എൽസമ്മ. ആൽബി മേശപ്പുറത്തിരുന്ന ഒരു ചെറിയ കഷ്ണം അപ്പം എടുത്ത് കടിച്ചുകൊണ്ട് പറഞ്ഞു. എൽസ തിരിഞ്ഞു നിന്ന് അവനെ നോക്കി ഇടുപ്പിൽ കൈകുത്തി നിന്നു. ഇനി ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? അത് ഈ ചൂടുള്ള ചായ എടുത്ത് തലവഴി ഒഴിക്കണോ ഞാൻ? അത്രക്കായോടി? ആൽബി വീണ്ടും അവളുടെ അടുത്തേക്ക് വരാനാഞ്ഞതും പടിക്കൽ ഒരു ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ടു. രണ്ടുപേരും പെട്ടെന്ന് ഞെട്ടി മാറി നിന്നു. നോക്കുമ്പോൾ അത് ആൽബിയുടെ അപ്പച്ചൻ ജോസഫ് ടൗണിൽ നിന്നും വന്നതായിരുന്നു. എൽസ വേഗം മുഖത്തെ പരിഭ്രമം മാറ്റി പണിയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആൽബി ഒന്നും അറിയാത്ത ഭാവത്തിൽ ഉമ്മറത്തേക്ക് നടന്നു. എങ്കിലും പോകുന്നതിന് മുമ്പ് അവൾക്ക് നേരെ നോക്കി ചുണ്ടൊന്ന് കടിച്ച് ബാക്കി പിന്നെ എന്ന ആംഗ്യം കാണിക്കാൻ അവൻ മറന്നില്ല. വലിയൊരു പ്രണയച്ചൂട് തൻ്റെ നെഞ്ചിൽ പടരുന്നതറിഞ്ഞ് എൽസ അവിടെ നിന്ന് പതിയെ പുഞ്ചിരിച്ചു. അപ്പച്ചൻ ജോസഫ് വരാന്തയിലേക്ക് കയറി വന്നപ്പോഴേക്കും ആൽബി ഉമ്മറത്തെ മേശപ്പുറത്തുണ്ടായിരുന്ന പത്രം കയ്യിലെടുത്ത് വളരെ ഗൗരവത്തിൽ വായിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പച്ചൻ അകത്തേക്ക് കയറിപ്പോയതും ആൽബി ദീർഘനിശ്വാസം വിട്ടു. അടുക്കളയിലേക്കൊന്ന് പാളി നോക്കിയപ്പോൾ എൽസ അവിടെ അപ്പച്ചന് കുടിക്കാൻ വെള്ളമെടുക്കുന്ന തിരക്കിലായിരുന്നു. അവളുടെ കവിളിൽ അപ്പോഴും ആൽബിയുടെ സാമീപ്യം വരുത്തി വെച്ച ചുവപ്പ് മാഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പച്ചൻ വസ്ത്രം മാറി വന്ന് ചായയും കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ പറമ്പിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി തെങ്ങിൻ തോപ്പിലേക്ക് നടന്നു. അതോടെ തറവാട് വീണ്ടും നിശബ്ദമായി. ആൽബി വീണ്ടും അടുക്കളയിലേക്ക് നടന്നു. അവിടെ എൽസ ബാക്കി പണികളെല്ലാം ഒതുക്കി തീർത്തിരുന്നു. അവളുടെ മുഖത്ത് വല്ലാത്തൊരു ഭാവമായിരുന്നു. പഴയ പിണക്കത്തിൻ്റെ കനലിലല്ല, പകരം ആകാശത്ത് പെയ്യാൻ കാത്തു നിൽക്കുന്ന കാർമേഘം പോലെ എന്തോ വലിയൊരു ചിന്ത വിങ്ങി നിൽക്കുന്നുണ്ട്. ആൽബി ചെന്ന് അവളുടെ തൊട്ടടുത്ത് നിന്നു. ഇത്തവണ അവൻ അവളെ ബലമായി പിടിക്കാനോ കുസൃതി കാണിക്കാനോ മുതിർന്നില്ല. അവളുടെ ആ ശാന്തത അവനെ അല്പം ഗൗരവക്കാരനാക്കി. എന്താ എൽസ, എന്താ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്? ആൽബി വളരെ പതിയെ ചോദിച്ചു. എൽസ തിരിഞ്ഞ് അവനെ നോക്കി. ആ കണ്ണുകളിൽ നേരിയൊരു നനവുണ്ടായിരുന്നു. അവൾ ഒരു നിമിഷം ആൽബിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി. ആൽബിച്ച! എൽസയുടെ ശബ്ദം വല്ലാതെ ഇടറി. എന്നതാടി, നീ കരയുവാണോ? ആൽബിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അവൻ അവളുടെ തോളിൽ കൈവച്ചു. നമ്മൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളില്ലേ? കുടുംബം കൊണ്ടും സൗന്ദര്യം കൊണ്ടും പണം കൊണ്ടും എല്ലാം. എൽസയെ പറഞ്ഞു തീർക്കാൻ അനുവദിക്കാതെ ആൽബി അവളുടെ വാ അങ്ങ് പൊത്തി. ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, നീ പെണ്ണും ഞാൻ ആണും, അതല്ലാതെ ഒന്നുമില്ലടി, ഒന്നും. ആൽബിയുടെ വാക്കുകൾ കേട്ടതും എൽസയുടെ ഉള്ളിലെ സകല നിയന്ത്രണങ്ങളും തകർന്നു പോയി. ഇത്രയും നാൾ അവൾ കാത്തു സൂക്ഷിച്ച പിണക്കത്തിൻ്റെ എല്ലാ മതിലുകളും ആ ഒരൊറ്റ നിമിഷത്തിൽ തകർന്ന് തരിപ്പണമായി. അവൾ പെട്ടെന്ന് മുന്നോട്ടാഞ്ഞ് ആൽബിയുടെ നെഞ്ചിലേക്ക് മുഖം പോറ്റി അവനെ ഇരു കൈകൾ കൊണ്ടും മുറുകെ കെട്ടിപ്പിടിച്ചു. അപ്രതീക്ഷിതമായ കെട്ടുപിടുത്തത്തിൽ ആൽബി ഒരു നിമിഷം തരിച്ചു നിന്നുപോയി. എപ്പോഴും തന്നെ അകറ്റി നിർത്തിയിരിക്കുന്ന പെണ്ണ് ഇതാദ്യമായി അവൻ്റെ നെഞ്ചിലേക്ക് പെയ്തിറങ്ങിയിരിക്കുന്നു. എനിക്ക് പേടിയായിരുന്നു ഇച്ചായ. എൽസ അവൻ്റെ നെഞ്ചിൽ കിടന്ന് വിതുമ്പി. നമ്മൾ തമ്മിലുള്ള അകലം വലുതാണെന്ന് എനിക്കറിയാം. ഞാൻ ഒരു വേലക്കാരിയുടെ മകൾ, ഇച്ചായൻ ഈ തറവാട്ടിലെ ഇളയ മകൻ. ഈ പ്രണയ ഒടുവിൽ എവിടെയെങ്കിലും തകർന്നു പോകുമോ എന്ന് പേടിച്ചിട്ടാ ഞാൻ ഇത്രയും നാൾ മിണ്ടാതെ നടന്നത്. പക്ഷേ എനിക്ക് ഇച്ചായന് ജീവന. കുഞ്ഞുനാൾ മുതൽ അമ്മച്ചിയുടെ കൂടെ ഈ പടി കടന്ന് വരുമ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ ഈ കളത്തിങ്കൽ ഒറ്റക്കൊമ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഇച്ചായന് അത്രയ്ക്ക് ഇഷ്ടം, ഒരുപാട് ഇഷ്ടം. അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ ആൽബിയുടെ നെഞ്ചിൽ സന്തോഷത്തിൻ്റെ ഒരു വലിയ കടൽ തന്നെ ഇരച്ചു കയറി. അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അവളെ തൻ്റെ ശരീരത്തോട് കൂടുതൽ ചേർത്ത് പിടിച്ചു. എടി, ഇതാണോ നിൻ്റെ മനസ്സിലുണ്ടായിരുന്ന പേടി?
ഈ കളത്തിങ്കൽ ആൽബി ഒരു പെണ്ണിനെ മനസ്സ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ എൽസമ്മയെ മാത്രമാണ്. അതിനിടയിൽ തറവാട്ട് മഹിമയോ പണമോ ഒന്നും വരില്ല. നിന്നെ എൻ്റെ കൂടെ കൂട്ടാൻ എനിക്ക് ആരുടെയും അനുവാദം വേണ്ടടി, നീ എൻ്റെ മാത്രമാണ്. ആൽബി പതിയെ അവളുടെ മുഖം ഉയർത്തി. ആ കണ്ണുകളിൽ ഇപ്പോൾ ഭയമായിരുന്നില്ല, പകരം ആൽബിയോടുള്ള അടക്കാനാവാത്ത പ്രണയം മാത്രമായിരുന്നു തിളങ്ങി നിന്നിരുന്നത്. അവൻ അവളുടെ നെറ്റിയിലും കണ്ണുകളിലും ആർദ്രമായി ചുംബിച്ചു. എൽസെ കണ്ണുകൾ അടച്ച് അവൻ്റെ ആ സ്നേഹച്ചൂട് മുഴുവൻ അനുഭവിച്ചറിഞ്ഞു. മാസങ്ങളായി അവർക്കിടയിലുണ്ടായിരുന്ന വിരഹത്തിൻ്റെ വേനലൊടുവിൽ ഇതാ പൂർണ്ണമായി പെയ്തൊഴിഞ്ഞിരിക്കുന്നു. എൽസയും അവൻ്റെ ഇച്ഛായനും പുതിയൊരു പ്രണയ കവിത അന്നേരം രചിച്ചു തുടങ്ങിയിരുന്നു. എൽസക്ക് അറിയാം, ഏത് പ്രതിസന്ധികളിലും അവൻ തനിക്ക് താങ്ങായി നിൽക്കുമെന്ന്, തന്നെ കൈവിടില്ല എന്ന്. ആ ഉറപ്പ് വെറുതെ ആയില്ല. കൊല്ലം 3 തികയും മുമ്പേ ആൽബി തൻ്റെ എൽസയുടെ കഴുത്തിൽ മിന്നി ചാർത്തി. ഇന്നിപ്പോൾ കളത്തിക്കൽ തറവാട്ടിലെ ആൽബിച്ചൻ്റെ ഭാര്യയാണ് എൽസ. ഒപ്പം അവൻ്റെ ബിസിനസ് പാർട്ട്ണറും അവൻ്റെ 2 കുഞ്ഞുങ്ങളുടെ അമ്മയും. അവർ അങ്ങനെ സ്നേഹിച്ച് കൊതി തീരാതെ ജീവിക്കട്ടെ, അല്ലേ? അവസാനിച്ചു. സൂര്യകാന്തി. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ നല്ല മടിയാണെന്ന് കേട്ടു. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഏത് തരത്തിലുള്ള സ്റ്റോറിയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് പറയുക. അത് എഴുതിയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.